മനുഷ്യനായി മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വന്ന യേശു കർത്താവിന് എങ്ങനെയാണ് ഈ കുരിശ് വഹിക്കുവാനായിട്ടുള്ള ത്രാണി ഉണ്ടായത്? ദൈവം പോലും കണ്ണുകളടയ്ക്കുന്ന, ദൈവത്താൽ പോലും ഏതാനും നിമിഷങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന ഈ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ യേശുവിന് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത്? ഉത്തരം ഒന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം. പിന്നെ യേശു പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പോയി എന്നാണ്. യെരുശലേം നഗരത്തിന് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒലിവ് മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു മലയാണ് ഒലിവ് മല എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. യേശു പലപ്പോഴായി പ്രാർത്ഥിക്കുവാനായിട്ട് ഒലിവ് മലയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ഹൃദയവേദനയോടെ, പ്രാണവേദനയോടെ, നീറുന്ന ജീവിത ഭാരവുമായി ഒലിവ് മലയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നും വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി എന്ന് 44-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. താൻ അനുഭവിക്കേണ്ട ജീവിത വ്യഥയെക്കുറിച്ച് ഓർത്ത് സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഇടത്ത് പോയി ഹൃദയഭാരം പങ്കുവച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ഒലിവ് മലകൾ ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സ്ഥിരമായി ദൈവസന്നിധിയിൽ ഹൃദയവേദന ഇറക്കി വയ്ക്കുന്ന ഒരിടം, സ്ഥിരമായി ജീവിതത്തിന്റെ ഭാരങ്ങൾ ദൈവവുമായി പങ്കുവെക്കുന്ന ഇടം, സ്ഥിരമായി ദൈവവുമായി സംവദിക്കുന്ന ഇടം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും സഹിക്കുവാൻ കഴിയാത്ത ജീവിത ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ, മനോവ്യതയാൽ നാം ഭാരപ്പെട്ട് നിരാശപ്പെടുന്ന ജീവിത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, വേറെ ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞാനിനി എന്ത് ചെയ്യും ദൈവമേ എന്ന് ചിന്തിക്കുന്ന ആശയക്കുഴപ്പത്തിന്റെ, ആകുലതയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒലിവ് മലയിലേക്ക്, പ്രാർത്ഥന ഇടത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് നടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ.